सकल गुण धाम की हम कथा सुनाते, राम सकल गुण धाम की। ये रामायण है पुण्य कथा श्री राम की, ये रामायण है पुण्य कथा श्री राम की। जम्बूद्वीपे भरत खंडे आर्यावर्ते भारतवर्षे एक नगरी है विख्यात अयोध्या नाम की। यही जन्म भूमि है परम पूज्य श्री राम की। हम कथा सुनाते राम सकल गुण धाम की। ये रामायण है पुण्य कथा श्री राम की, ये रामायण है पुण्य कथा श्री राम की। रघुकुल के राजा धर्मात्मा, चक्रवर्ती दशरथ पुण्यात्मा, संतति हेतु यज्ञ करवाया, धर्म यज्ञ का शुभ फल पाया। नृप घर जन्मे 4 कुमारा, रघुकुल दीप जगत आधारा। चारों भ्रातों के शुभ नामा, भरत शत्रुघ्न लक्ष्मण रामा। गुरु वशिष्ठ के गुरुकुल जाके, अल्पकाल विद्या सब पाके। पूर्ण हुई शिक्षा रघुबर पूर्ण काम की। हम कथा सुनाते राम सकल गुण धाम की। हम कथा सुनाते राम सकल गुण धाम की। ये रामायण है पुण्य कथा श्री राम की। ये रामायण है पुण्य कथा श्री राम की। ये रामायण है पुण्य कथा श्री राम की। सुदशरथ अजर बिहारी। राम सिया राम जय जय राम। राम सिया राम जय जय राम। ओ हरि अनंत हरि कथानंता, सुनहि बहुविधि सब संता। राम सिया राम जय जय राम। राम सिया राम जय जय राम। ओ भीड़ पड़ी जब भक्त पुकारे, दूर करो प्रभु दुख हमारे। दशरथ के घर जन्मे राम। राम सिया राम जय जय राम। ओ विश्वामित्र मुनीश्वर आए, दशरथ भूप
वचन सुनाए। संग में भेजे लक्ष्मण राम, राम सिया राम जय जय राम। ओ वन में जाए ताड़का मारी, चरण छुआए अहिल्या तारी। ऋषियों के दुख हरते राम, राम सिया राम जय जय राम। ओ जनकपुरी रघु नंदन आए, नगर निवासी दर्शन पाए। सीता के मन भाए राम, राम सिया राम जय जय राम। ओ रघुनंदन ने धनुष चढ़ाया, सब राजों का मान घटाया। सीता ने वर पाए राम, राम सिया राम जय जय राम। ओ परशुराम क्रोधित हो आए, दुष्ट भूप मन में हर्षाए। जनक राज ने किया प्रणाम, राम सिया राम जय जय राम। ओ बोले लखन सुनो मुन ज्ञानी, संत नहीं होते अभिमानी। मीठी वाणी बोले राम, राम सिया राम जय जय राम। ओ लक्ष्मण वचन ध्यान मत दीजो, जो कुछ दंड दास को दीजो। धनुष तोड़ैया मैं हूँ राम, राम सिया राम जय जय राम। ओ लेकर के यह धनुष चढ़ाओ, अपनी शक्ति मुझे दिखाओ। ओम सद्गुरुभ्यो नमः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा, गुरु साक्षात् परं ब्रह्म, तस्मै श्री गुरवे नमः। कामक्रोधाद्यखिलदोषमपास्य रामनामाक्षरामृतगणैर्हृदयं निषिञ्जन् यस्साध्वनुग्रहपथेन दिवं विवेश तं नीलकण्ठगुरुपादमनुस्मरामि।
വിഗ്രഹേ രാമചന്ദ്രസ്യ വിലയീഭൂതചേതസാ അഹം ബ്രഹ്മേതി വേദാന്ത തത്വബോധസ്വരൂപിണേ വിഭൂതിമാത്രദാനേന സർവാനുഗ്രഹദായിനേ ശ്രീനീലകണ്ഠശിഷ്യായ സത്യാനന്ദായ തേ നമഃ. രാമരാജ്യ രഥയാത്ര. രാമരാജ്യം പുനഃസ്ഥാപിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അങ്ങ് അയോധ്യ മുതൽ ഇങ്ങ് രാമേശ്വരം വരെയും അവിടെ നിന്ന് തിരുവനന്തപുരം വരെയും എത്തിയ 41 ദിവസത്തെ പ്രയാണം കൊണ്ട് പൂർണ്ണമാകുന്ന 7 സ്റ്റേറ്റുകളിലൂടെ സഞ്ചരിച്ചെത്തുന്ന ആ രഥയാത്ര ഇന്ന് ഈ അനന്തപുരിയിലും എത്തിയിട്ടുണ്ട്. വൈഷ്ണവ ഭൂമിയായ അയോധ്യയെയും ശൈവഭൂമിയായ രാമേശ്വരത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് വൈഷ്ണവ ശൈവ സങ്കല്പങ്ങളുടെ സമന്വയം എന്ന നിലയിൽ ആ രഥയാത്ര ഇന്നലെ അനന്തപുരിയിലെത്തി. ഹിന്ദിയും മറാഠിയും തമിഴും തെലുഗും മലയാളവും ഒക്കെ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളെയും ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഭാഷകളുടെ സീമകൾക്കതീതമായ സങ്കല്പത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ദേശീയ ഉദ്ഗ്രഥനം ലക്ഷ്യമാക്കിയ ആ രഥയാത്ര ഇന്നലെ അനന്തപുരിയിലെ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നു. ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നടത്തിയ 14 വർഷത്തെ വനവാസത്തെ അനുസ്മരിച്ചുകൊണ്ട് 14 മാസം വനവാസം നടത്തുക എന്നുള്ള സങ്കല്പത്തിൽ ഈ രഥയാത്ര ഇതാ ഇന്നലെ ഈ അനന്തപുരിയിൽ എത്തിച്ചേർന്നു. 1991 പരമപൂജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ തിരികൊളുത്തിയ കർണാടകത്തിലെ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ തിരുസന്നിധിയിൽ നിന്ന് ചൈതന്യം പകർന്ന് ഭദ്രദീപം പകർന്ന് യാത്രയയച്ച ആ രഥയാത്ര നീണ്ട 27 വർഷങ്ങൾ പിന്നിട്ട് 28ാമത്തെ വർഷം പൂർത്തിയാക്കി ഇന്നലെ ഈ അനന്തപുരിയുടെ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നു. ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ മഹത്തായ സംസ്കാരം ഈ മണ്ണിൽ നിലനിന്നാൽ മാത്രമേ ശാന്തിയും സമാധാനവും ലോകത്തിലുണ്ടാകൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ രഥയാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. രാമരാജ്യം എന്നുള്ള മഹത്തായ സങ്കല്പം സാക്ഷാത്കരിക്കുവാനുള്ള ദൗത്യമാണ് വിവിധ സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നത് പോലെ ശ്രീരാമദാസ മിഷനും ഏറ്റെടുത്തത്. അതിന്റെ ഫലമായി ശ്രീ രാമദാസ് മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി ദേശീയ സമിതിയുടെ നേതൃത്വത്തിൽ പൂജ്യ കൃഷ്ണാനന്ദ സരസ്വതി സ്വാമി തൃപ്പാദങ്ങളുടെ അധ്യക്ഷതയിൽ ആ രഥയാത്ര ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നു. രാമരാജ്യം സ്ഥാപിക്കുക എന്ന് കേൾക്കുമ്പോൾ അത് വർഗീയമാണ് എന്ന് ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും അത്തരത്തിൽ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ തമ്മിലടിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പല സമൂഹങ്ങളുടെയും മധ്യത്തിലൂടെ, പ്രത്യയ ശാസ്ത്രങ്ങളുടെ ഇടയിലൂടെ, മുദ്രാവാക്യങ്ങളുടെ മധ്യത്തിലൂടെ ആ രഥയാത്ര ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നു. രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം RSSന്റേതാണ്, BJPയുടേതാണ്, വിശ്വഹിന്ദു പരിഷത്തിൻ്റെതാണ് എന്നൊക്കെ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് തമിഴ്നാട്ടിലും അതുപോലെ മറ്റു പല പ്രദേശങ്ങളിലും ഉള്ള പ്രചാരണങ്ങൾക്ക് ശക്തമായ, വ്യക്തമായ, യുക്തിയുക്തമായ മറുപടി കൊടുത്തുകൊണ്ട് ആ രഥയാത്ര ഇന്നലെ ഇവിടെ എത്തി. രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഉണ്ടാകണം എന്ന് പ്രഖ്യാപിച്ച മഹാത്മാവ്, ഈ രാഷ്ട്രത്തിന്റെ പിതാവായ മഹാത്മാഗാന്ധിയാണെന്ന് അറിയാത്ത കോൺഗ്രസുകാരൻ ഈ മണ്ണിൽ ജീവിച്ചിരിക്കുന്നു. ഇവിടെ ഭരണയന്ത്രം തിരിക്കുന്നു. മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത ആ രാമരാജ്യം സാക്ഷാത്കരിക്കുവാനുള്ള ബാധ്യതയും പ്രതിബദ്ധതയും ഏറ്റെടുക്കാത്ത കോൺഗ്രസ് നേതാക്കന്മാർ ഈ മണ്ണ് ഭരിക്കുന്നു. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ രഥം കർണാടകത്തിലൂടെ ഉരുണ്ടുവന്നത്. കേരളത്തിൽ കോൺഗ്രസുകാരനല്ലല്ലോ ഭരിക്കുന്നത്. ഇവിടെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഹിന്ദു വിരുദ്ധവും തീവ്രവാദപരവുമായ പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന
സർക്കാർ കസേരയിൽ ഇരുന്നു കൊണ്ട്, മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ കേരളം ഭരിക്കുന്നു. രാമരഥയാത്ര, രാമരാജ്യ രഥയാത്ര കടന്നു വരുമ്പോൾ ആരും കാര്യമായി പരിഗണിക്കേണ്ട, നമ്മൾ വളരെ സൈലന്റായി ഇരുന്നാൽ മതി, അങ്ങ് കടന്നു പോയിക്കൊള്ളും എന്ന ഭാവത്തിൽ പോലീസുകാരെ നിയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ കേരളത്തിലും ഭരണം നടക്കുന്നു. അങ്ങ് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഈ രഥത്തെ 10,000-കണക്കിന് ആളുകൾ മരം കൊച്ചുന്ന മഞ്ഞിൽ നിന്നുകൊണ്ട് സ്വീകരിച്ചപ്പോൾ കർണാടകത്തിലും കേരളത്തിലും തമിഴ്നാട്ടിലും എന്തുപറ്റി എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ 14 വർഷത്തെ വനവാസം നടത്തിയ ഒരു കാരണം കൊണ്ട് തന്നെയാണ് രാമായണം എന്ന് പറയുന്ന ആദികാവ്യമായ ഇതിഹാസം നമുക്കേവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതായി, വിലപ്പെട്ടതായി, മഹത്തായി നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ആ 14 വർഷത്തെ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ത്യാഗോജ്വലമായ ജീവിതം, പോരാട്ടങ്ങൾ നിറഞ്ഞ ജീവിതം, ധന്യമായ ആ ജീവിതം രാമായണത്തിന് ഏറ്റവും കൂടുതൽ മഹാത്മ്യം പകർന്നു നൽകിയിട്ടുണ്ട്. ആ 14 വർഷത്തെ രാമന്റെ വനവാസ കാലഘട്ടം മാറ്റിവെച്ചാൽ നമ്മൾ ഇന്ന് ആദരിക്കുന്ന രാമായണം മറ്റൊരു രാമായണമായി മാറുമായിരുന്നു. ആ 14 വർഷത്തെ വനവാസം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സ്വീകരിച്ചത് കൊണ്ടാണ് ഈ ഭാരതത്തിൽ അന്ന് നിലനിന്നിരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ദുഷ്ടന്മാരുടെ പ്രവർത്തനങ്ങൾക്കും അറുതി വരുത്തുവാൻ, രാക്ഷസീയമായ ചിന്താഗതികൾക്ക് അറുതി വരുത്തിക്കൊണ്ട് രാക്ഷസന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് ധർമ്മം സംസ്ഥാപിച്ച് രാമരാജ്യം സ്ഥാപിക്കുവാൻ രാമന് കഴിഞ്ഞത്. അതേ രാമചന്ദ്രൻ ഇതാ ത്രേതായുഗം, ദ്വാപരയുഗം ഒക്കെ പിന്നിട്ട് കലിയുഗത്തിൽ വീണ്ടും വനവാസത്തിന് പുറപ്പെട്ടിരിക്കുന്ന ഒരു സങ്കല്പമാണ് ഈ രഥയാത്രയ്ക്കുള്ളത്. രാമരാജ്യം സ്ഥാപിതമാകണമെങ്കിൽ ദുഷ്ടനിഗ്രഹം സാധിക്കണം, അധർമ്മം ഇല്ലാതാകണം, ധർമ്മം പുനഃസ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ്, അതിനുള്ള ആഹ്വാനങ്ങൾ നൽകിക്കൊണ്ടാണ്, അതിനുള്ള പ്രേരണയും പ്രചോദനവും സമൂഹത്തിന് പകർന്നു നൽകിക്കൊണ്ടാണ് ഈ രഥയാത്ര അനന്തപുരിയിലെത്തിയിട്ടുള്ളത്. രാമരാജ്യം എന്ന് പറയുന്ന മഹത്തായ സങ്കല്പം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ രാവണൻ ജീവിച്ചിരിക്കുവാൻ പാടില്ല. രാവണന്റെ രാക്ഷസീയമായ പ്രവർത്തനങ്ങൾ ഈ മണ്ണിൽ ഉണ്ടാകുവാൻ പാടില്ല. ആ തീരുമാനം കൈക്കൊണ്ടിട്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസം നടത്തിയത്. രാമന്റെ ശത്രുക്കളെ എല്ലാം വകവരുത്തി. പക്ഷേ അങ്ങനെ ശത്രുക്കളെ വകവരുത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു നിയമം പാലിച്ചിരുന്നു, ഒരു നീതി പാലിച്ചിരുന്നു. അത് രാമരാജ്യത്തിന്റെ നിയമമായിരുന്നു, അത് രാമായണത്തിന്റെ നീതിയായിരുന്നു. അത് രാമന് മനുഷ്യന്റെ രാജ്യം, രാക്ഷസന് രാക്ഷസന്റെ രാജ്യം, കുരങ്ങന് കുരങ്ങന്റെ രാജ്യം, ദേവന് ദേവന്റെ രാജ്യം, വാനവന് വാനവരാജ്യവും ദാനവന് ദാനവരാജ്യവും മാനവന് മാനവരാജ്യവും വാനരന് വാനരരാജ്യവും എന്നുള്ള രാമരാജ്യത്തിന്റെ നീതി 100% പാലിച്ചുകൊണ്ടും, അതുപോലെ തന്നെ സാമം ദാനം ഭേദം ദണ്ഡം എന്ന് പറയുന്ന ചതുരുപായങ്ങളെ ജീവിതത്തിൽ അനുസരിച്ചും സമൂഹത്തിന് മാതൃകയായി കാഴ്ചവെച്ചുമാണ് ദുഷ്ടനിഗ്രഹം രാമൻ ചെയ്തിട്ടുള്ളത്. രാവണനോട് പോലും ക്ഷമിച്ചുകൊണ്ട് സീതയെ കൊണ്ടുവന്ന് എന്നുടെ മുന്നിൽ വെച്ചാശു നമസ്കരിച്ചിടുക, യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായെങ്കിൽ രണ്ടിലും ഒന്ന് ഉഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കിനിക്കെന്ന് പറയണം എന്ന് പറഞ്ഞ സംസ്കാരം. ദുഷ്ടരായ രാക്ഷസനായ സ്വന്തം ഭാര്യയെ അപഹരിച്ച, അവിടുത്തെ സന്യാസിമാരെ നിഗ്രഹിച്ച, കൈലാസമെടുത്ത് പലവൂരു അമ്മാനമാടി ഭഗവാൻ പരമശിവന്റെ പോലും സ്വസ്ഥതയെ കെടുത്തിയ ആ രാവണനെ ഭഗവാൻ വളരെ സഹോദര ബുദ്ധിയാ സ്വീകരിച്ചു എന്നുള്ളത് ഭാരതത്തിന്റെ സംസ്കാരമാണ്. സീതയെ കൊണ്ടുവന്ന് മുന്നിൽ സമർപ്പിച്ചിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതി, നിന്നോട് യുദ്ധത്തിന് ഞാൻ വരില്ല, നിന്നെ കൊല്ലണം എന്ന് എനിക്ക് ആഗ്രഹവുമില്ല. പക്ഷെ അതല്ല നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ രണ്ടിലും ഒന്ന് ഉഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കിനിക്കെന്ന് പറയണം. നീ സമാധാനത്തിന്റെ പാതയിലേക്ക് കടന്നു വന്ന് തെറ്റുതിരുത്തുന്നതും, അതല്ല നിന്നോട് മല്ലടിച്ചു നിന്നെ കൊല്ലുന്നതും
എന്നെ സംബന്ധിച്ച് ഒരുപോലെയാണെന്ന് പ്രഖ്യാപിച്ച ചതുരുപായങ്ങളുടെ സംസ്കാരം ഈ ഭാരതത്തിന്റെ സംസ്കാരമാണ്. ഇന്ന് ഈ ഭാരതം ചതുരുപായങ്ങളിൽ സാമവും ദാനവും ഭേദവും പിന്നിട്ടുകൊണ്ട് ദണ്ഡത്തിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് രാമൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ രഥയാത്രയിൽ രാമൻ ഉടനീളം നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ രാമായണത്തിലെ ആ സന്ദേശം, രാമന്റെ സന്ദേശം ഭാരതത്തിലെമ്പാടും പ്രചരിപ്പിക്കുവാൻ, രാമരാജ്യം ഇവിടെ സൃഷ്ടിക്കുവാനുള്ള ദൗത്യമാണ് ഈ രാമരാജ്യ രഥയാത്ര ഏറ്റെടുത്തിരിക്കുന്നത്. രാമരാജ്യം സാധ്യമാകണം എങ്കിൽ രാമൻ പിറന്നു വീണ, രാമന്റെ ജന്മസ്ഥാനമായ അയോധ്യയിൽ, ആ രാമജന്മഭൂമിയിൽ രാമൻ ഇരിക്കുവാൻ, ഇരുന്ന് ഭരിക്കുവാൻ ഒരു പുണ്യസ്ഥലം വേണം, ക്ഷേത്രം വേണം. ആ ക്ഷേത്രം, ഈ രഥം തിരിച്ചവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ ഉണ്ടാകണം എന്നുള്ള സങ്കല്പമാണ് ഈ രഥയാത്രയ്ക്ക് പിന്നിലുള്ളത്.